ഞാൻ കുറച്ച് യൂട്യൂബിൽ നിന്ന് മാറി നിന്നത്. എങ്കിലും ഞാൻ കുറച്ചൊക്കെ പിക്ചർ വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തായാലും പെരിന്തൽമണ്ണ ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു സ്പെഷ്യൽ എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് ഇത്. ഇപ്പോൾ ഞാൻ അത് ഇവിടെ വന്നിട്ട് ഒരു പറഞ്ഞിട്ട് ഞാൻ ചെയ്യാണ്. ഇത് ആ മേഡം ഇവിടെ ചെയ്ത് വെച്ചതാണ്, ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ ചെയ്ത് വെച്ചതാണ്. ഇതാണ് ലാസ്റ്റ്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ കുറച്ച് കളർ ചേഞ്ച് ഉണ്ടാവും. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, ഇത് കുറച്ച് ബ്രൗണേ ആവും. അപ്പോൾ ഇതിലേക്ക് ചേർത്തേണ്ട ചേരുവകൾ എന്താണെന്നറിയോ? നല്ലോണം നൈസായിട്ട്, ഇതിങ്ങനെ വൈറ്റ് കാണുന്നത് കുറച്ച് കട്ടിയിൽ പൂണ്ട് പോയി തേങ്ങ, നൈസായിട്ട് തേങ്ങ ചെരുവിയതും, പിന്നെ നമ്മളെ വറ്റൽമുളകില്ലേ അതാണെങ്കിൽ നല്ലതായിരിക്കും. ഏത് പിന്നെ എരിവില്ലാത്ത മുളകുണ്ടല്ലോ, കാശ്മീർ മുളക്, അതാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടും, പിന്നെ ചെറിയ നമ്മളെ പുളി ഉണ്ടല്ലോ, വാളംപുളി, ചെറിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ, പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ് ഇതിലിപ്പോൾ ആഡ് ചെയ്തത്. പക്ഷേ ഞാനിനി ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ് കേട്ടത്. ഇതാണ് റെസിപ്പി. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ എന്നെ നിങ്ങളെല്ലാവരും സഹായിച്ച പോലെ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ എൻ്റെ പേരെ കൂട്ടി പറയലുണ്ടല്ലോ, എന്തൊക്കെ ചെയ്യാണ്ടതൊക്കെ ചെയ്യട്ടോ. പിന്നെ ഇനി അടുത്ത വീഡിയോയിലേക്ക് വേറൊരു ഫുഡിൻ്റെത് ആക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.